التمسك بالأثر نجاه. 82-ാമത്തെ ചോദ്യം, മാ അഖ്തറു അംറാദിൽ ഖുലൂബ്, കൽബിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും അപകടം പിടിച്ച രോഗം ഏതാണ്? ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഹാർട്ട് അറ്റാക്കെന്നോ അങ്ങനത്തെ ഫിസിക്കലായിട്ടുള്ള രോഗങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൽബിനകത്ത് കയറുന്ന രോഗങ്ങൾ. നേർക്ക് നേരെ നമ്മൾ രോഗങ്ങളായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് സ്കാനിങ് ചെയ്താലോ മറ്റെന്തെങ്കിലും പഠനങ്ങൾ നടത്തിയാലോ കണ്ടെത്താൻ സാധിക്കാത്തതാണെങ്കിലും ദീനുൽ ഇസ്ലാം ഏറ്റവും അപകടം പിടിച്ച കാര്യമായി പഠിപ്പിച്ചെന്ന ഒരുപാട് രോഗങ്ങൾ കൽബിനെ ബാധിക്കുന്നതായിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, കൽബിൻ്റെ അപകടം എന്താണെന്നറിയും? കൽബ് എന്നുള്ളതിന് നമ്മൾ ഇദാ സൊലുഹത് സൊലുഹൽ ജസദു കുല്ലുഹു, അത് ശരിയായാൽ ശരീരം മൊത്തം ശരിയാവും. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ ശരീരം മൊത്തം കേടുവരും. അതാണ് കൽബിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം അതുകൊണ്ട് തന്നെ കൽബിനെ ബാധിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, രോഗങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കടന്നു വരാതെ നോക്കണം. ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അപ്പം കൽബിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും അപകടം പിടിച്ച രോഗം എന്താ? ഉത്തരം എന്താ? ജവാബ് അന്നിഫാഖ്. ഉത്തരം അന്നിഫാഖ് എന്ന് പറയുന്ന രോഗമാണ്. നിഫാഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. ആരാണ് മുനാഫിക്കുകൾ? അവർ പുറമേക്ക് മുസ്ലിമീങ്ങളാണെന്ന് പറയും, വാദിക്കും, പക്ഷേ അവരുടെ ഹൃദയത്തിനകത്ത് ഈമാൻ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ കൽബിനകത്ത് കുഫറും ഷിർക്കും മുശ്രിക്കും കാഫറും ഒക്കെയാണ് അവർ. പക്ഷേ പുറമേക്ക് എന്ത് ചെയ്യും? ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഈമാനുള്ളവരാണ്, അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നു എന്നവർ പറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ അപകടം. എന്താ ഏറ്റവും വലിയ അപകടം എന്ന് പറയാൻ കാരണം? നിങ്ങൾ ഒരായത്ത് ശ്രദ്ധിച്ച് നോക്കുക. ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ശ്രദ്ധിക്കണേ, അള്ളാഹു പറയണത് മുനാഫിക്കുകളാണ് നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ളത്. അള്ളാഹു പറയണം. ഒന്ന് ആലോചിച്ച് നോക്കി, നരകത്തിൽ പോകുന്ന ആളുകൾ ഒരുപാട് ഇനം ആളുകളുണ്ട്, വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകളുണ്ട്. അതിലേറ്റവും അടിത്തട്ടിലുണ്ടാവുക ഏറ്റവും വലിയ തിന്മ ചെയ്ത ആളുകളായിരിക്കും, അല്ലേ? നമുക്കറിയാമല്ലോ, സ്വർഗത്തിന് ഏറ്റവും മുകളിലെ പദവിയിലുണ്ടാവുക ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച ആളുകൾ. അതേപോലെ നരകത്തിൽ ഏറ്റവും താഴ്ഭാഗത്തുണ്ടാവുക ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ ജീവിച്ച ആളുകൾ. ആ ഏറ്റവും മോശപ്പെട്ട ആളുകൾ മുനാഫിക്കുകളാണ്. നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ തുടക്കം എടുത്ത് നോക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു. ആ സൂറത്തിൻ്റെ ആരംഭത്തിൽ നല്ല ഈമാനുള്ള മുത്തഖീങ്ങളെ പറ്റി കുറച്ച് ആയത്തുകൾ, 3 ആയത്തുകൾ എന്തോ അതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്, അവരുടെ വിശേഷണങ്ങൾ. അതിനുശേഷം കാഫറുകളെ സംബന്ധിച്ച് തനിച്ച ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ച് 2 ആയത്തുകളെ പറയുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം മുനാഫിക്കുകളെ സംബന്ധിച്ച് പറയുന്നത് ഒരുപാട് ആയത്തുകളിലാണ്. ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്? കാഫറായിട്ടുള്ള ഒരാൾ, അയാൾ കാഫറാണ് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാറിപ്പോകുന്നില്ല, കൺഫ്യൂഷൻ ആവുന്നില്ല. അത് വിശ്വസിക്കാത്തവനാണ്, ഇസ്ലാമിലില്ലാത്തവനാണ്, നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ അവൻ്റെ ഷർറ് നമ്മളെ കാര്യമായി ബാധിച്ചേക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ മുനാഫിക്ക് അങ്ങനെയല്ല. മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുകയും ചെയ്യും, എന്നിട്ട് ദീനിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും. അതാണ് മുനാഫിക്കുകളുടെ സ്വഭാവം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു രോഗം നമ്മുടെ ഹൃദയത്തിൽ അടന്ന് കയറാൻ ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രോഗം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന ഒരുപാട് വഴികൾ, അതിൻ്റെ സ്റ്റെപ്പുകൾ, ഒറ്റയടിക്ക് ഒരാൾ ഈ രൂപത്തിലേക്ക് എത്തൂലല്ലോ. അതിൻ്റെ കാരണങ്ങളും വഴികളും അതിൻ്റെ അടയാളങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. നമ്മളൊരിക്കലും അതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊരിക്കലും അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി.